ഹലോ ഗായ്സ്, നമ്മുടെ പഴയകാല സ്കൂൾ ആനിവേഴ്സറി ഘട്ടത്തിലേക്കൊന്ന് പോയാലോ? നമ്മുടെ ഓർമ്മകൾ അതിലേക്കൊന്ന് ഓടിച്ചാലോ? ഇന്ന് കുഞ്ഞിക്കിളിയുടെ ആനിവേഴ്സറി ആണേ. എനിക്കിവിടെ വരുമ്പോഴൊക്കെ ഈ പിള്ളേരൊക്കെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആനിവേഴ്സറി സമയത്ത് നമ്മൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ ആ ഒരു ഓട്ടോ ഒരുങ്ങി അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡാൻസും മൈക്കിൽ കൂടെ നമ്മുടെ പേര് വിളിച്ചു. ഞാനൊക്കെ ഇതിനെല്ലാം ഉള്ള സിംഗിൾ ഡാൻസിനും ഗ്രൂപ്പ് ഡാൻസിനും എല്ലാം കൊണ്ട് പേര് കൊടുക്കുവേ. എന്നിട്ട് പേരിങ്ങനെ സിംഗിൾ ഡാൻസിന് വേണ്ടി വിളിച്ചു പറയും. ദീപ്തി എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ട് അനങ്ങാതിരിക്കാൻ അടുത്ത ഗ്രൂപ്പ് ഡാൻസിന് പോയി ചേരണം. ചുമ്മാ പേര് കൊടുത്തിട്ട് അതിൽ നടന്നതും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഓർമ്മകൾ. നമ്മുടെ ആ സമയത്തെ പാട്ട് കണ്ണാടി കൂടും കൂട്ടി, പിന്നെ ചിലമ്പൊലിക്കാറ്റ്, പിന്നെന്തായിരുന്നു ചുണ്ടത്തെ ചെത്തിപ്പൂ, പിന്നെന്താ അങ്ങനെയുള്ള കുറേ പാട്ടുകളില്ലേ നമ്മുടെ സ്ഥിരം ഡാൻസുകൾ. എല്ലാവരും ഓർക്കുന്നുണ്ടോ? അതിലൊക്കെ ഉപരി ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴത്തെ ഒരു സന്തോഷം, തലയിലെ പൂവ്. ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ കോർത്ത് തലയിൽ ഇട്ടുകൊണ്ടിരുന്ന പൂവ് കനകാമ്പരപ്പൂവൊക്കെ ആയിരുന്നു. അതാകുമ്പോൾ വയോളം ഇരുന്നോളുമില്ല. ഡാൻസ് കഴിയുമ്പോഴും ഒക്കെ അതും ഇട്ടുകൊണ്ടുള്ള ആ ഒരുങ്ങിയുള്ള നടപ്പും ഒക്കെ നോക്കി എല്ലാ പിള്ളേരും എത്ര സന്തോഷത്തിലാന്ന് നോക്കി. ഈ യൂത്ത് ഫെസ്റ്റിവലും ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്കൂളിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതി ഒരു സന്തോഷമൊന്നുമല്ല. ഇപ്പോഴത്തെ ക്ലാസ് റൂമൊക്കെ നോക്കിയാൽ നമ്മളൊക്കെ പഠിക്കുമ്പം ബെഞ്ചും ഡെസ്കും അത് തന്നെയല്ല, ഇങ്ങനെ ക്ലാസ് തിരിക്കുന്നത് ഒരു സ്ക്രീൻ ഇങ്ങനെ വെച്ച് മറച്ചിട്ട് അതിൻ്റെ കൂടെയോ ഡസ്റ്റർ തയ്ച്ചുകൊണ്ട് വരാൻ പറയുന്നതും അതിന് ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ചോക്കിനും ഡസ്റ്ററിനും ഒക്കെ ഏറ് കിട്ടുന്നതും അതൊക്കെ ഒരു വലിയൊരു ഓർമ്മ തന്നെയല്ലേ. അപ്പോഴൊക്കെ ഓർക്കും സ്കൂൾ കാലഘട്ടം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിഞ്ഞു പോകാനല്ല കിട്ടിയാലെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു സമയം അതൊക്കെ ആലോചിക്കുമ്പോഴേ എന്ത് രസമായിരുന്നു. അങ്ങനെ ക്യാൻറ്റീൻ അടച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ പൊന്നായി ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ കുഞ്ഞിക്കിളി ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പൊന്ന കയ്യിലുണ്ട്. പിന്നെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ ആടിക്കൊണ്ടോ തുള്ളിക്കൊണ്ടോ മറ്റേ വെളിച്ചപ്പാട് പോലെ നിൽക്കുകയുള്ളൂ. ഒക്കെ കാണുമ്പോൾ എവിടെയോ മനസ്സിലൊരു സങ്കടം, ഒന്ന് പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റുമായിരുന്നേൽ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പം പ്രത്യേക ഒരു എനർജി അല്ലേ. സിജോ സാറിനെ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞ് നിൽക്കുക. സാറ് കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇവിടെ ഇതേ സമയത്ത് എനിക്കൊരു ഡാൻസ് കളിക്കാനായിട്ട്, എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഡാൻസ് കളിക്കാനായിട്ട് പറ്റിയായിരുന്നു. സാർ ഇവിടെ നിന്ന് പോയി വേറെ ഒരു സ്കൂളിലെ HM ആയിട്ടാണ് പോയത്. പക്ഷെ സാറ് അടുത്ത വർഷം വീണ്ടും തിരിച്ചു വരുക ഇങ്ങോട്ട്. സാറ് തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷത്തിലുപരി ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ HM ടീച്ചർ പോവുക, അത് വലിയൊരു സങ്കടം തന്നെയാണ്. ടീച്ചർ ഒരുപാട് ഈ സ്കൂളിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തെന്നൊന്നും പറയാൻ പറ്റുമല്ലോ. പകലില്ലാതെ ഇവിടെ ആയിരുന്നു ടീച്ചറിൻ്റെ അധ്വാനം മുഴുവനും. അങ്ങനെ ടീച്ചർ റെസ്റ്റിലേക്ക്, ടീച്ചറോട് ഞങ്ങൾ സംസാരിച്ചപ്പം പറഞ്ഞു ഇനി ഞാൻ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കട്ടെ എന്നാ പറഞ്ഞത്. അതുപോലെ കിടന്ന് ഓടിയ ഒരാളാ ടീച്ചർ. ഞാൻ പിന്നെ ഇതിനൊന്നും യോജിക്കത്തില്ല. അതുകൊണ്ട് ദീപ പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മേടിച്ചു കൊടുക്കുക. അവളെല്ലാം കുടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കുന്ന നോക്കിക്ക് ആർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് അവളത് കുടിച്ച് നോക്കുന്നുമുണ്ട്. കുഞ്ഞിക്കിളിയുടെ ഡാൻസ് തുടങ്ങാറായപ്പോൾ അതിന് മുമ്പ് വെള്ളം മേടിച്ചു കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണേ. അടുത്തതാണ്ട് അപ്പൂന് കൊടുക്കുമ്പോഴും മേടിച്ച് കുടിച്ച് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. കുഞ്ഞിക്കിളിയുടെ കൂട്ടുകാരിക്ക് മാത്രം കുടിക്കാതെ കൊടുക്കാനുള്ള മര്യാദ അവള് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ട് നടക്കുക. ഇതിൽ പച്ച കളർ വരുമ്പോൾ മാത്രം നമ്മൾ ക്യാമറയിൽ എടുത്താൽ കുഴപ്പമില്ല. ബാക്കി കളറൊക്കെ വരുമ്പോൾ കാണാനേ പറ്റത്തില്ല. അതിന് പച്ച കളർ വരാനായിട്ട് നോക്കിയിരിക്കും. ആ സമയം ആകുമ്പോഴത്തേനെ ഞെക്കുമ്പോഴത്തേനെ അടുത്ത കളർ വന്നിരിക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കിളിയും മഞ്ഞക്കിളിയായിട്ട് ഡാൻസിന് കയറുവാണേ. ഒരുപാട് പഴയ പാട്ടുകളൊക്കെ കേട്ട് ഒരുപാട് പുറകോട്ട് പോയ ഒരു ദിവസം. ഈ ഒരു പാട്ട് എവിടെ നിന്ന് കേട്ടാലും ഞാൻ ഓടിയെത്തും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഈ ഒരു പാട്ടിനാണേ. ശരി ഗായ്സ്.